ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ വിവിധ സ്ഥലങ്ങളിൽ മലയോര മേഖലകളിലേക്ക് യാത്രാ നിരോധനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു. വയനാട് ജില്ലയിലെ ലക്കിടി വൈത്തിരി മേഖലകളിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ താമരശ്ശേരി ചുരം വഴിയുള്ള വാഹന ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, പാറകൾ അടർന്നു വീഴൽ എന്നിവയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്താണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. താമരശ്ശേരി ചുരം വഴി ഹെവി വാഹനങ്ങൾ, മൾട്ടി ആക്സിൽ ലോറികൾ, ട്രെയിലറുകൾ, ഭാരവാഹനങ്ങൾ എന്നിവയുടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങൾ കുറ്റ്യാടിച്ചൂരം അല്ലെങ്കിൽ നാടുകാണിച്ചൂരം വഴി പോകണം. വിനോദസഞ്ചാര വാഹനങ്ങൾ, അത്യാവശ്യമല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾ എന്നിവയ്ക്ക് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്കുള്ള പ്രവേശനവും താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട്. അതേസമയം KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ, ആംബുലൻസുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, സിവിൽ ഡിഫൻസ്, പോലീസ് വാഹനങ്ങൾ, അവശ്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി നേരിട്ട് നിയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമല്ല. തൃശൂർ അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിന് സന്ദർശനത്തിന് വിലക്കുണ്ട്. പീച്ചി ഡാമിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനത്തിനും മലയോര മേഖലയിലുള്ള രാത്രിയാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തി. കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവിഴ പൂഞ്ചിറ, ഇല്ലിക്കക്കൽ, മാർമല അരുവി തുടങ്ങിയ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഓഗസ്റ്റ് 4 വരെ നിരോധിച്ചു. കോട്ടയം ജില്ലയിലെ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ധാതുഗതാഗതവും ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പത്തനംതിട്ടയിൽ വിനോദസഞ്ചാരത്തിനും നിയന്ത്രണമുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ബ്രെയിലിസ്റ്റ് തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനത്തിനായി കേരള PSC അപേക്ഷ ക്ഷണിച്ചു. ആകെ 3 ഒഴിവുകളിലേക്കാണ് നിയമനം. 10ാം ക്ലാസും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളിൽ ബ്രെയിൽ എഴുത്തിൽ പ്രാവീണ്യവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. 2026 സെപ്റ്റംബർ 2 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. കൊച്ചി മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും കുതിപ്പ്. 52.46 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടി. കൊച്ചി മെട്രോയ്ക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും മുന്നേറ്റമുണ്ടായതോടെ നഷ്ടവും ഗണ്യമായി കുറഞ്ഞു. 2025-26 പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം ആദ്യമായി 1 ലക്ഷം കടന്ന് 1.01 ലക്ഷത്തിലെത്തി. കൊച്ചി മെട്രോയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരിയാണിത്. 2024-25 സാമ്പത്തിക വർഷം കമ്പനിയുടെ നഷ്ടം 430.5 കോടി രൂപയായിരുന്നു. 2025-26 ഇത് 352.49 കോടി രൂപയായി. 52.64 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് നേടിയത്. യാത്രക്കാർ കൂടിയതോടെ ടിക്കറ്റ് വരുമാനവും ഗണ്യമായി ഉയർന്നു. 2026 പ്രതിദിന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ ട്രെയിൻ സർവീസുകളും ഏർപ്പെടുത്തി. 2025-26 ലഭിച്ച ആകെ പ്രവർത്തന വരുമാനമായ 224.65 കോടിയിൽ 76.33 കോടി സ്റ്റേഷൻ വാണിജ്യവൽക്കരണം, പരസ്യവരുമാനം, മറ്റ് നൂതന മാർഗങ്ങൾ എന്നിവയിലൂടെ ലഭിച്ചതാണ്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം കാക്കനാട് സ്മാർട്ട് സിറ്റിയിലേക്കും ഇൻഫോ പാർക്കിലേക്കും സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്തെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരുന്നു. ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരുന്നത് കേരളത്തിലെ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. പാറക്കല്ലുകൾ, എംസാൻഡ്, മെറ്റൽ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ജൂലൈ 9 സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ വില ഉയർന്നത്. കേരളത്തിൽ 10 വർഷം മുമ്പ് 4900 ക്വാറികളുണ്ടായിരുന്നു. നിലവിൽ പ്രവർത്തിക്കുന്നത് 219 എണ്ണം മാത്രമാണ്. തെക്കൻ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് പ്രതിസന്ധി കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 11 ക്വാറികളാണുള്ളത്. ഇവിടങ്ങളിൽ കാര്യമായി ഖനനമില്ലാത്തതിനാൽ തമിഴ്നാടിനെയാണ് കരാറുകാർ ആശ്രയിക്കുന്നത്. തമിഴ്നാട് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നാണ് നിർമ്മാണ മേഖലയിലുള്ളവരുടെ ആവശ്യം. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.